ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പ്രോഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇൻട്രോ കാനഡ എന്ന പേരിലുള്ള ഒരു ഹെയർ വാക്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊക്കെങ്കിലും കണ്ടിട്ട് വാങ്ങണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. 24 മണിക്കൂർ ഇത് ആക്റ്റീവായിട്ട് നമുക്ക് നിൽക്കും. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇതിൻ്റെ ഒരു എഫക്റ്റ് നിൽക്കും. നമുക്ക് ഏത് മോഡലിലേക്കും ആണെങ്കിലും മാറ്റാം. ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ഒരു 10 മിനിറ്റാണ് നമുക്കിത് സെറ്റാകാൻ വേണ്ടത്. അതിന് ശേഷം നമുക്ക് ഏത് മോഡലിലേക്കും ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. അതിന് മുമ്പ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, ഇൻട്രോ കാനഡ എന്ന് പറയുന്ന ഹെയർ വാക്സ്. ഇത് നല്ലൊരു പാക്കിങ്ങിലാണ് വരുന്നത്. ഇത് നമുക്ക് പുറത്തെടുക്കാം. പുറത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു മെറ്റൽ ബോഡിയിലാണ് ഇതിൻ്റെ പിന്നെ ഒരു കൂട് വരുന്ന ഒരു മെറ്റൽ ബോഡിയാണ്. ഇത് തുറന്നാൽ നമ്മുടെ സാധാ ജെല്ലി ടൈപ്പ് വാക്സാണ് ഇതിലുള്ളത്. ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. എപ്പോഴും നമ്മൾ വാക്സിൻ യൂസ് ചെയ്യുമ്പോൾ നേരെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മളെ കയ്യിൽ മൊത്തം ഒന്ന് ഒരതി പിടിപ്പിക്കുക. അതിനുശേഷം എല്ലാ മുടിയിലും ആവുന്ന വിധത്തിൽ നമ്മൾ ഈ ഫിംഗർ കൊണ്ട് തന്നെ ഒന്ന് കോംബ് ചെയ്യുക. എല്ലാ മുടിയിലും ആയിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ ഇതൊന്നിങ്ങോട്ട് സെറ്റാവും. ഒന്നിങ്ങനെ കാറ്റ് തട്ടുമ്പോൾ ഇതൊന്നിങ്ങോട്ട് സെറ്റായി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് മോഡലിലേക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ചീകി വെക്കുമ്പോൾ ഒരു ഷേപ്പിൽ നിൽക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡലിലേക്ക് വേണമെങ്കിലും ഇതിങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നനച്ച് കൊടുത്താൽ മതി. മുടി ഒന്ന് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കോമ്പ് വെച്ചിട്ടും എങ്ങോട്ടും ചീകി വെക്കാം. ഒന്ന് ടൈറ്റാകുമ്പോൾ നല്ല ടൈറ്റ് ആകുമ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് നനച്ച് കൊടുത്താൽ മതി. നമുക്ക് ഏത് സ്റ്റൈലിലേക്ക് വേണമെങ്കിലും ഇത് മാറ്റി ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു വല്ല പാർട്ടിക്കോ അങ്ങനെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ഈ വാക്സൊക്കെ നമ്മളെ ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കെമിക്കലാണ്. എപ്പോഴും ഇത് യൂസ് ചെയ്താൽ നമ്മളെ മുടിക്ക് ഡാമേജ് സംഭവിക്കും. ഇത് ഒരിക്കലും നാച്ചുറലായിട്ടുള്ളൊരു സാധനമല്ല. അത് ഈ സാധനം എന്നല്ല, അപ്പോൾ ഏത് വാക്സ് ആയാലും ജെല്ലായാലും ഹെയർ ക്രീമുകളായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എപ്പോഴും ഇതങ്ങനെ യൂസ് ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. എൻ്റെ ഒരു സജഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തലയിൽ ഏറ്റവും മുടി കുറച്ച് വെച്ചിട്ട് നമുക്കൊരു ഓവർ നീളം വെക്കാതെ, പുരുഷന്മാരാണെങ്കിൽ ഓവർ നീളം വെക്കാതെ വെച്ചാൽ നമുക്കൊരു എപ്പോഴും ഒരു സ്റ്റൈല് നമുക്ക് ഫുൾ ടൈം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ജെല്ലോ വാക്സൊന്നും യൂസ് ചെയ്യേണ്ടി വരില്ല. നമ്മുടെ മുടി സ്വാഭാവികമായിട്ട് എങ്ങനെ എപ്പോഴും നിൽക്കണോ അങ്ങനെ ഒരു മോഡൽ നമ്മൾ ചൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുടിൻ്റെ കംപ്ലൈൻറ്റൊക്കെ കുറയും. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായ ടിപ്പുകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.